ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് 3-ാമത്തെ ദിവസമാണ്. അപ്പം ഹെയർ ഗ്രോത്ത് ചാലഞ്ച് 2-ാമത്തെ ദിവസം എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3-ാമത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ നമ്മൾ പയറുപൊടി ഇട്ടിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫാനിൻ്റെ കീഴിൽ നിന്നിട്ട് നന്നായിട്ട് തലമുടിയൊക്കെ ഉണക്കി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഹെയർ ഓയിലിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഹെയർ ഓയിൽ ഞാൻ പറയുന്നത് നമ്മുടെ കറുത്ത ജീരകം ഇല്ലയോ, കറുത്ത ജീരകം ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചുന്ന ഏറ്റവും നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല കറുത്ത നിറം കിട്ടാനും സഹായിക്കുന്നു. ഇനി 2-ാമത്തെ ഹെയർ ഓയിൽ നമുക്ക് നോക്കാം. 2-ാമത്തെ ഹെയർ ഓയിൽ നമ്മൾ കരിയേപ്പില ഉപയോഗിച്ച് ഹെയർ ഓയിൽ ഉണ്ടാക്കുവാണെങ്കിൽ, എണ്ണ കാച്ചുവാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല കറുത്ത നിറം കിട്ടാനും പ്രീമെച്യൂർ ഗ്രേ ഹെയർ തടയാൻ വേണ്ടിയും വളരെ നന്നായിട്ട് സഹായിക്കുന്നു. അപ്പം നമുക്ക് വീട്ടിൽ എണ്ണ കാച്ചാൻ അറിയാമെങ്കിൽ കരിയേപ്പില ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി ദിവസം മുന്നേ ഞാനൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ കാച്ചുന്ന രീതി അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പോയി ചെന്ന് നോക്കാം ഞാനത് എങ്ങനെയാണ് കാച്ചിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നീലബൃങ്ങാതി എണ്ണയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് കുറേ കാലം കൊണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് പറ്റിയില്ലെങ്കിലും ഇച്ചിരിയൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ എണ്ണയെ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ നല്ല കട്ടിക്ക് വളരാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഉള്ളത്, നമ്മൾ വേണമെങ്കിൽ നെല്ലിക്ക മാത്രം ഉപയോഗിച്ച് എണ്ണ കാച്ചാം, വളരെ നല്ലതാണ് തലമുടിക്ക്. ഇനി അടുത്തത് നമ്മുടെ ചെമ്പരത്തി ഇല, മൈലാഞ്ചി ഇല, അതുപോലെ തന്നെ തുളസി ഇല ചേർക്കുന്നതും വളരെ നല്ലതാണ് തലമുടിക്ക്. പിന്നെ നമുക്ക് ഈ ഒരു ചെമ്പരത്തി പൂ കിട്ടുവാണെങ്കിൽ അതും വളരെ നല്ലതാണ്. പിന്നെ നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക ആണെങ്കിലും വേപ്പിലയാണെങ്കിലും ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് എണ്ണ കാച്ചാം. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ യൂസ് ചെയ്യേണ്ട ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല ഒരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ നീലബൃങ്ങാതിയാണ്. അത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ ബെനിഫിറ്റാണ്. ഞാൻ കുറേ റിവ്യൂ ഷെയർ ചെയ്തിട്ടുണ്ട്. റിവ്യൂ ഷെയർ ചെയ്ത കാരണം എനിക്ക് പണ്ട് മെസ്സേജ് വരുമായിരുന്നു, ചേച്ചി ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഹെയറിൻ്റെ കുറേ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടത്. കാരണം ഇതിൻ്റെ റിവ്യൂ ആ ഒരു സമയത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റാണ് ഞാൻ ഷെയർ ചെയ്തത്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അടുത്ത് നമ്മൾ എണ്ണ കാച്ചുന്നത് കടുകെണ്ണ കാച്ചുന്നതല്ല, നമ്മൾ കടുകെണ്ണ ഇല്ലയോ, കടുകെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം. അത് രണ്ടും നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും തലമുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും വളരെ നന്നായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തത് ഉള്ളി ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചാം. കുഞ്ഞുള്ളിയാണെങ്കിൽ ഇനിയും നല്ലതാണ്. കുഞ്ഞുള്ളി ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചുന്നത് നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെയർ റീഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം എണ്ണ കാച്ചുന്ന രീതി നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ നല്ല കട്ടിക്ക് നല്ല കറുത്ത് വളരാൻ വേണ്ടി വളരെ എഫക്റ്റീവാണ്. പക്ഷേ നിങ്ങളുടെ ഹെയറിൽ ഏതാണ് സൂട്ടബിൾ എന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എണ്ണ കാച്ചുന്നത് നമുക്ക് കറ്റാർവാഴ ഉപയോഗിച്ച് എണ്ണ കാച്ചാം, ഉലുവ ഉപയോഗിച്ച് എണ്ണ കാച്ചാം. അങ്ങനെ എണ്ണ കാച്ചുന്ന പല രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ അറിയുവാണെങ്കിൽ മാത്രം എണ്ണ കാച്ചുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന് എത്ര എണ്ണ വേണം, എത്ര ഇൻഗ്രീഡിയൻസ് വേണം, അങ്ങനത്തെ രീതിയുണ്ട്. അത് മാറിയാലും എണ്ണ ശരിയാവത്തില്ല. അപ്പം ഇനി അടുത്തത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തേങ്ങ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അതും നമ്മൾ പ്യുവർ ഫോമാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ ഹെയർ നല്ല ആരോഗ്യത്തോടെ വളരും. നമുക്ക് വേറെ എണ്ണയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് എണ്ണ കാച്ചാം. പക്ഷേ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കറക്റ്റായിട്ട് കാച്ചണം. അത് ഓവറായിട്ട് അത് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ശരിക്കും കുക്കായില്ലെങ്കിൽ എണ്ണ കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം നീലബൃങ്ങാതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സൂട്ടബിൾ ആണോ എന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം വരെ ഏത് എണ്ണയാണെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരു മാസം യൂസ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് റിസൾട്ട് കിട്ടണം എന്നില്ല. അടുത്തത് എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ ഈ മൈലാഞ്ചി ഇല, വേപ്പില, ചെമ്പരത്തി ഇല ഇതൊക്കെ ഞാൻ ഉണക്കി പൊടിച്ച് വയ്ക്കും. ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ആ ഒരു രീതിയിൽ എണ്ണ കാച്ചിയെടുക്കും. കരിയേപ്പില ഇതൊക്കെ ഞാൻ ഉണക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വെയിലുള്ള സമയത്ത് നന്നായിട്ട് കഴുകി ഉണക്കി വയ്ക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി നെല്ലിക്കയും കൂടി ഉണക്കി പൊടിച്ച് അങ്ങനെ എണ്ണ കാച്ചാറുണ്ട്. അല്ലാതെ ഞാൻ ഉണക്കി പൊടിച്ച് ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെയർ പാക്കിൻ്റെ പറ്റി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഹെയർ ഓയിലിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഹെയറിന് ഏതാണ് സൂട്ടബിൾ,
സ്കാൽപ്പ് കണ്ടീഷൻ അനുസരിച്ച്, നമ്മുടെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മുടെ തലമുടിയുടെ ഒരു കണ്ടീഷൻ, ഡാമേജ്ഡ് ഹെയർ ആണോ, എന്താണ്, ഡ്രൈ ഹെയർ ആണോ, അതനുസരിച്ചിട്ട് വേണം ഹെയർ ഓയിൽ നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ നമ്മൾ ഏത് ഓയിലും യൂസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ കോക്കനട്ട് ഓയിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാച്ചിയ എണ്ണ ആണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് വൈറ്റമിൻ ഇ ക്യാപ്സുലും കൂടി ചേർത്ത് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല എഫക്റ്റ് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഏതാണ് എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം നെല്ലിക്ക കാച്ചിയ എണ്ണയാണെങ്കിലും അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നെല്ലിക്ക കാച്ചിയ എണ്ണ, അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് കാസ്റ്റർ ഓയിൽ പറഞ്ഞ ആവണക്കെണ്ണ, പിന്നെ ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സുൽ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് തലയോട്ടിലും തലമുടിയിലും മസാജ് ചെയ്യുന്നത് നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണെങ്കിൽ ചൂട് സമയത്തും തണുപ്പ് സമയത്തും സൂട്ടബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ കടുകെണ്ണ ആയാലും എള്ളെണ്ണ ആണെങ്കിലും ചിലപ്പോൾ ചൂട് സമയത്ത് സൂട്ടബിൾ ആണോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ത് ഓയിൽ യൂസ് ചെയ്യുന്ന മുന്നേ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെയർ ഓയിലിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നതും എനിക്ക് അറിയുന്ന ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് റിസൾട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. എൻ്റെ വീഡിയോയിൽ കുറേ മാസ്കിൻ്റെ ഈസി ആയിട്ട് വീട്ടിൽ മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കുറേ ഹെയർ ഓയിലും ഹെയർ ഗ്രോത്തിൻ്റെ റെമഡീസും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചുമതല സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടപ്പുറത്ത് ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലും ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. Thank you so much for watching and have a nice day.